രണ്ട് കാല് വലിച്ച് ആന മൊത്തത്തിൽ ആളെ നല്ലോണം ഇട്ട് ശരിക്കും പെരുമാറിയായിരുന്നു. ഉപദ്രവിച്ചു, നല്ലോണം ഉപദ്രവിച്ചു. ആള് ബോഡി മൊത്തം ചവിട്ടി എടുത്തു. ചങ്കിൻ്റെ ഇവിടെ നിന്ന് ഇതൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വയറ് മൊത്തം പൊട്ടി പുറത്തായിരുന്നു. എല്ലാം ഒരു സൈഡിൽ കിടക്കുമായിരുന്നു. അപ്പോൾ രണ്ട് കാല് രണ്ടൊരു സൈഡിലേക്ക് മടങ്ങി നുറങ്ങി കിടക്കുമായിരുന്നു. പിന്നെ തല മണ്ണിലേക്ക് താന്ന് കിടക്കുമായിരുന്നു. അതാ മോന്തൊക്കെ ഇത്ര ക്ലിയർ ആവാതിരുന്നത്. ആരാന്നും മനസ്സിലായില്ല. ആള് അടുത്ത് വണ്ടി ജസ്റ്റ് സ്ലോ ആക്കി പോയപ്പോൾ ആള് കിടക്കണം മനസ്സിലായി, ആളെ ചവിട്ടിയതാന്ന് മനസ്സിലായി. പക്ഷെ ആൾക്കടെ മോന്ത അത്ര ക്ലിയർ ആയില്ല. കാരണം വെച്ചാൽ അവിടെ വെട്ടവും ഇല്ല, ഒന്നുമില്ല, മതിയായി ഇരുട്ടും. ആ സമയത്ത് നമ്മളവിടെ ഒറ്റയ്ക്കൊന്നും ചെയ്യാനില്ല. ഇവിടെയല്ലേ കിടന്നത്? അവിടെയാണ് ആ പടത ഇട്ടുകൊടുത്താണ് ആന വലിച്ചു കീറിയിട്ടത്. കീറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പീസായിരുന്നു. എല്ലാം പീസായി കിടക്കുമായിരുന്നു. ഒരു മനുഷ്യ ശരീരമാണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ആന മൃഗീയമായിട്ട് ആളെ ആക്രമിച്ചു കളഞ്ഞു. ആളെ എടുത്ത് വലിച്ച് കീറി ആളെ നമുക്കത് പറയാൻ പോലും പറ്റുന്നില്ല. ആന തൊട്ടടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പകല് പോലും നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു ഇരട്ട് നിറഞ്ഞ ഒരു മേഖലയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലം കുട്ടമ്പുഴ ഉരുളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ഉരുളന്തണ്ണി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണെന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് ഇന്ന് കാണിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് മിനിങ്ങാന്ന് രാത്രി എൽദോസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ എൽദോ എന്ന് പറഞ്ഞ ആ ഒരു സഹോദരൻ ബസ് ഇറങ്ങി, അതായത് അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം പണിക്ക് പോയിട്ട് തിരിച്ച് ഇറങ്ങി ബസ് ഇറങ്ങി വെച്ചിട്ട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് പോകുന്ന വഴി എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഭാഗമൊക്കെ തികഞ്ഞ ജനവാസ മേഖലയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ക്രൂരമായ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഈ ഒരു ഭാഗത്ത് പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാട്ടാന ആ ഒരു പ്രദേശത്ത് നിന്നത് അദ്ദേഹം കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ അദ്ദേഹം കാട്ടാനയുടെ മുമ്പിലേക്ക് ചെന്ന് വിടുകയായിരുന്നു. കാട്ടാന അതിക്രൂരമായിട്ട് അദ്ദേഹത്തെ കൊന്നുവെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതിക്രൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിവരിക്കാനായിട്ട് സാധിക്കില്ല. പല പീസുകളായിപ്പോയി, മരത്തേലൊക്കെ ഇട്ട് അടിച്ച് അലക്കി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഏതായാലും അതിൻ്റെ വിശദമായ വിവരമൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോകും. ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശം നമ്മൾ കാണും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആൾക്കാരോടൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. ഈ പ്രദേശത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ട് ഒന്നറിയാനായിട്ടും കൂടെ പോവുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് ആ ഒരു എൽദോ എന്ന് പറയുന്ന ചേട്ടൻ രാത്രി ഇവിടെ ഇറങ്ങി വെച്ചിട്ട് ഈ ഒരു വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളൊരു വഴി. ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷൈജൻ എന്നാണ്. ഞാൻ ഫാം എന്ന് പറഞ്ഞ ഒരു കർഷക സംഘടനയുടെ ഇവിടുത്തെ ഒരു പ്രതിനിധി കൂടിയാണ്. കൂടാതെ ഇവിടുത്തെ ഒരു പ്രദേശവാസി കൂടിയാണ് ഞാൻ. മിനിങ്ങാന്ന് രാത്രി 8:30 കൂടിയിട്ടാണ് ഈ എൽദോസ് എറണാകുളത്ത് നിന്ന് ജോലി സ്ഥലത്ത് നിന്നും ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് ക്നാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നത്. ക്നാച്ചേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ക്നാച്ചേരിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ക്നാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 65ഓളം വീടുകളുള്ള ഒരു മേഖലയാണ് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. എറണാകുളത്ത് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാത്രി 8:30 ഇവിടുന്ന് ഇറങ്ങി നടന്ന് ഏകദേശം ഇവിടുന്ന് ഒരു 200 മീറ്റർ മാത്രം, അതായത് ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണ് നമുക്ക് പുറകിൽ കാണുന്നത്. ഇവിടുന്ന് ഏകദേശം 200 മീറ്റർ അകലെ മാത്രമാണ് ഈ അപകടം നടന്ന സ്ഥലം. അവിടെ എത്തിയപ്പോഴാണ് ആന ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആനയുണ്ടെന്നുള്ള അറിയിപ്പ്. ഇവിടെ ഈ അപകടം നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അതിലെ പോയി ഒരാള് ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതാണ്, സാറേ അവിടെ ആന നിൽക്കുന്നുണ്ട്, അതുവഴി പോകുന്ന ആളുകളോട് പറയണമെന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അതിലെ പോകുന്ന ആളുകളോട് വിവരം പറയണമെന്ന്. പക്ഷെ ഫോറസ്റ്റുകാർ അത് അത്ര ഗൗനിച്ചില്ല. അതാണ് വലിയൊരു അപകടം അവിടെ ഉണ്ടാകാനുള്ള കാരണം. തന്നെയുമല്ല, നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു ഹാങ്ങിങ് ഫെൻസിങ്ങോ അതുപോലെ ലൈറ്റോ സംവിധാനങ്ങളോ വഴിവിളക്കുകളോ ഒന്നുമില്ല. അതാണ് മെയിനായിട്ടും ഇങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് ഈ എൽദോസിനെ ആന ആക്രമിക്കാണ്ടായ പ്രധാന കാരണം. കാരണം ആന തൊട്ടടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പകല് പോലും നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ
ഒരു ഇരട്ട് നിറഞ്ഞ ഒരു മേഖലയാണ്. ആ മേഖലയിൽ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആന തൊട്ടടുത്ത് നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ല അവിടെ ഉള്ളത്. അതാണ് മെയിനായിട്ടും എൽദോസിന് ഇങ്ങനെ ഒരു വലിയ ആക്രമണം ഉണ്ടാവാനുള്ള കാരണം. നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ഈ വഴി നേരെ പോകുമ്പോൾ നമുക്ക് മൂന്നാർ, അടിമാലി, മൂന്നാർ എല്ലാം പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു ആദിവാസി കുടിയുണ്ട്, പന്തപ്പറ എന്ന് പറഞ്ഞൊരു ആദിവാസി കുടിയുണ്ട്. ആ കുടിയിലൂടെ കടന്ന് നമ്മൾ മാമലക്കണ്ടത്തെത്തി. മാമലക്കണ്ടത്ത് നിന്ന് അവിടുന്ന് നേരെ അടിമാലിയിൽ നിന്ന് മൂന്നാർ അങ്ങനെ ഒരു പോകുന്ന അതായത് നമ്മുടെ ഇത് പഴയ ആലുവ രാജപാതയാണിത്. രാജപാതയെ കൂടി കടന്നു പോകുന്ന ഒരു മേഖലയാണിത്. എൽദോസേട്ടനൊക്കെ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് അവിടെയൊക്കെ എത്ര വർഷമായിട്ട് ആളുകൾ താമസിക്കുന്നത്? ഇവിടെ ഒരു 100 വർഷത്തോളമായിട്ട് ആൾ താമസമുള്ള ഒരു മേഖലയാണത്. 100 വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ആളുകൾ പണ്ടേ വാഴും. ഈ അടുത്ത ഏതാണ്ട് ഒരു 2010 ശേഷമാണ് ഇവിടെ ഇത്രയും കൂടുതലായിട്ട് വന്യമൃഗശല്യത്തിൻ്റെ ഒരു ആക്രമണവും വന്യമൃഗശല്യമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പെല്ലാം ഇതിലൂടെ ആളുകൾ സുഗമമായിട്ട് ഈ കാട്ടിലൂടെ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്താണ് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതല്ല ഇവിടുത്തെ ആളുകളിൽ വളരെ ആശങ്കയാണ്. നമുക്കറിയാം ഇതെല്ലാം സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളാണ്. ഈ വാഹനം എല്ലാം കാണുന്നുണ്ടോ? ഇതെല്ലാം സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളാണ്. ഇവരെല്ലാം രാവിലെ വീട്ടിൽ നിന്ന് പോയി തിരിച്ചെത്തുന്നവരെ ഞങ്ങൾക്ക് ആശങ്കയാണ് ചിത്രത്തിൽ. കാരണം നമ്മുടെ മക്കള് പോയി ഒത്തിരി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയും ഒരുപാട് വാഹനങ്ങളും എല്ലാം ഇതിൽ കടന്നു പോകുന്നു. ഇത് എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിഷ്ക്രിയം പാലിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആളുകൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനുള്ള ഒരു സംവിധാനമില്ല. അതിൽ നിന്ന് ഗവൺമെന്റ് ഒത്തിരി പുറകോട്ട് മാറിയിരിക്കുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്ക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഒന്ന് സ്ഥലം കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് നമുക്ക് ഈ സംഭവം നടന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ടേക്ക് പോയി അവിടെ കാണിച്ചു തരാം സ്ഥലം. ഓക്കെ, നമുക്ക് ഏതായാലും എൽദോ എന്ന് പറഞ്ഞ ചേട്ടനെ ആന അതിക്രൂരമായിട്ട് ആക്രമിച്ച ആ ഒരു പ്രദേശത്തേക്ക് പോകാം. നാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള വഴിയാണിത്. നമുക്ക് ഏതായാലും ആ വഴിയൊന്ന് പോയി നോക്കാം. വീടുകളുണ്ടല്ലേ? ഇവിടെ ഈ വീട് കഴിഞ്ഞ് ഇനി വീടില്ല ആണല്ലേ? ഇനി വീട് തീർന്നു. ഇനി നമ്മൾ കാട്ടിലേക്ക് കയറുക. ഇവിടെയാണ് അപകടം നടന്നത്. ഇവിടെയാ ആ പടത്തിട്ടേക്കണുണ്ടോ? അവിടെ ഇട്ടാണ് ആന. ഇവിടെ ഇറങ്ങണ്ടേ? കയറ്റി എടുത്തിട്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടു. അവിടുന്ന് എത്ര ദൂരം നമ്മളിങ്ങോട്ട് വന്നെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടാണ്. ഞാനൊന്നും കട്ട് ചെയ്തില്ല. കറക്റ്റ് ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രദേശത്തിട്ടാണ് ഈ ഒരു സംഭവം അതിക്രൂരമായിട്ട് നടന്നത് കേട്ടോ. ഇവിടെ പോലീസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇവിടെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെയല്ലേ കിടന്നത്? അവിടെയാണ്. പടത ഇട്ടുകൊടുത്താണ് ആന വലിച്ചു കീറിയിട്ടത്. ആണല്ലേ? കീറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പീസായിരുന്നു. എല്ലാം പീസായി കിടക്കുമായിരുന്നു. ഒരു മനുഷ്യ ശരീരമാണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ആന മൃഗീയമായിട്ട് ആളെ ആക്രമിച്ചു കളഞ്ഞു. ആളെ എടുത്ത് വലിച്ച് കീറി ആളെ നമുക്കത് പറയാൻ പോലും പറ്റുന്നില്ല. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയോട് കൂടിയേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്കറിയാം നാളെ നമുക്കും ഇത് സംഭവിക്കാം. ഞങ്ങളിലൊരാൾക്കും നാളെ ഇത് സംഭവിക്കാവുന്ന വലിയൊരു ആശങ്കയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നായിരിക്കുമല്ലോ വന്നേ ആന. ഈ ഭാഗത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരാം. ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലം മാറിയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്കൂൾ ബസ് വരുന്നല്ലേ? വണ്ടി ഒന്ന് നോക്കിട്ടോ. പിന്നെ സ്കൂൾ ബസ് വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതുപോലെ സ്കൂൾ ബസ്സുകൾ വരുന്ന ഒരു പ്രദേശമാണ്. സ്കൂൾ ബസ്സുകൾ എത്ര സ്കൂൾ ബസ് ഇപ്പോൾ ഇവിടെ പോയത് സ്കൂൾ ബസ്സുകളാണിത്. അതുപോലെ നിരവധി സ്കൂൾ ബസ്സുകൾ, സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഒക്കെ പോകുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നമ്മളിപ്പോൾ കണ്ട ഒരു 2-3 വീടുകൾ ഉള്ളൊരു സ്ഥലം കണ്ടാണ്. ആ വീടുകൾ കഴിഞ്ഞ പാടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് ആദ്യം കണ്ടതാരാ?
ഇതിലൂടെ യാത്ര ചെയ്ത് പോയ ഒരു ക്ലാച്ചേരി തന്നെയുള്ളൊരു ആളാണ് ആദ്യം ഇത് കാണുന്നത്. പുള്ളിയുടെ കൂടെ ആരുമില്ലായിരുന്നു, പുള്ളിയുടെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. പുള്ളി ജോലി സ്ഥലത്തു നിന്ന് വന്ന് ഏറ്റവും അവസാനം 8:30 ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ബസ് KSRTC ഉണ്ട്. ആ ബസ്സിന് വന്ന് ഇറങ്ങി അവിടെ നിന്ന് നടന്നു പോകുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ വിഷ്വലിൽ ഒരല്പം ബ്ലൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കണ്ണിന് ഒരല്പം കാഴ്ചക്കുറവ് കൂടിയുള്ള വ്യക്തിയാണ്. പോരാത്ത രാത്രി നമ്മൾ കണ്ടില്ല, ഇപ്പൊ ഈ പകൽ വെളിച്ചത്തിൽ പോലും നമുക്ക് ഇവിടെ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു മേഖലയാണ് ഇവിടെ. അപ്പൊ രാത്രി ആകുമ്പോൾ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യമല്ലോ. ഈ വഴിവിളക്ക് ഇപ്പൊ ഇട്ടതാണ്, ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇട്ടതാണ്. നമുക്ക് കാണാം ഈ വഴിയിലൂടെ ഒരു വെട്ടമൊന്നുമില്ല. അത് പകൽ വിട്ട് വെച്ചിരുന്നു. അത് അന്ന് രാത്രി അപകടം നടന്നപ്പോൾ ഇവിടുത്തെ KC ബോർഡ് വന്ന് ഇട്ട ഒരു വെളിച്ചമാണത്. ഇത് ഇങ്ങനൊരു വെളിച്ചം ഇടാൻ പോലും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു വെട്ടം ഇട്ട് കഴിഞ്ഞാൽ ആനയുടെ സഞ്ചാര യോഗ്യത്തിന് അതിന് തടസ്സമുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഒരു വെട്ടം വന്നാൽ അവരതിനെ ഓഫ് ചെയ്ത് കളയുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതാണ് ഞങ്ങളുടെ ആശങ്ക. നമുക്ക് ആ പുള്ളിയുടെ വീട്ടിലേക്ക് പോയാലോ? ഓക്കെ. ഇതിലാണ് അമ്പലത്തിലേക്ക് പോണത്. ഇവിടുന്ന് കുറച്ചൊക്കെ പോയ ഒരു അമ്പലമാണ്, പേരുകെട്ട അമ്പലമാണ്. ഒത്തിരി ആളുകളൊക്കെ ഈ സമയത്ത് പോകുന്നില്ല. ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ആളുകൾ വരുന്ന ഏരിയ ആണ്. ക്ഷേത്രം നമ്മൾ അവിടെ കണ്ട ബോർഡുള്ള കന്യാസ്ത്രീ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ കാണിച്ചത് എത്ര ദൂരം യാത്ര ചെയ്ത് ഇതേപോലെയുള്ള വഴി കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ അവിടെ എത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ അത് എനിക്ക് ആരാന്ന് എനിക്ക് അറിയില്ല. ആടെ പേര് പറഞ്ഞുതരാം. പേരെന്നാന്ന് പറഞ്ഞ ഈ സമയം അതുകൊണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാ. നമുക്കങ്ങനെ ചെന്നിട്ടേ ചോദിക്കാം. ഇവിടുന്ന് വീണ്ടും ജനവാസ മേഖല തുടങ്ങുകയാണ്. അവിടെ മുതൽ ജനവാസ മേഖല അല്ലേ? ായിരിക്കുമല്ലോ തെങ്ങൊക്കെ. അതൊക്കെ ആനോടിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടല്ലേ? ഇവിടെ എല്ലാം ആന വന്നേ. ഇവിടെ ഒക്കെ സന്ധ്യ കഴിഞ്ഞാൽ ആന തന്നെയാണ്. എൽദോസിന്റെ വീടേതാ തൊട്ടപ്പുറമാണ് അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഇവിടെ വെക്കാം. ഇപ്പം നമ്മൾ വന്ന ആ വഴി മുഴുവൻ ഞാനിപ്പോൾ ഇതിൻ്റെ അത് കാണിച്ചു. ഇവിടെയാണ് ആ ചേട്ടൻ്റെ വീടുള്ളത്. ഇവിടെ ഇന്നും ഇപ്പോൾ ഞാനിപ്പോൾ വന്നതും ഇപ്പോൾ മരിച്ചിട്ട് 3ാമത്തെ ദിവസമാണ്. ഇന്നും ഇവിടെ ചാനൽ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ ആരെങ്കിലും ഉണ്ട് വെച്ച്? അവിടെ അവർ വന്നിട്ടുണ്ട്, വണ്ടി ഇരിക്കുന്നുണ്ട്, വെട്ടാൻ വന്നേക്കണം. ഏത് വീടേതാ? വീടേത്? ഈ കാണുന്ന വീട് തന്നെയാണോ? ഏത് എൽദോസിന്റെ? എൽദോസിന്റെ വീട് ഇത്. അതേ കൊടി വെച്ചേക്കണുണ്ടോ അതിന്റെ നേരെ. പുള്ളിയുടെ വീട്ടിലാരൊക്കെയുള്ളത്? ഈ എൽദോസിന് നിലവിൽ ഒരു പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു സഹോദരിയാണ് ഉള്ളത്. സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ അകലെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത്. ശരിക്കും ഈ എൽദോസ് ഈ വീടിനൊരു അത്താണിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ശരിക്കും അവന്റെ മാതാപിതാക്കൾ അനാഥരായിരിക്കുകയാണ്. ഇവരെ ഇനി ആര് സംരക്ഷിക്കും? അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വലിയ ചോദ്യം. അപ്പോൾ അതിന് സർക്കാർ ഇതിന് കൃത്യമായൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. നഷ്ടപരിഹാരത്തിന്റെ കാര്യമെല്ലാം തീരുമാനമായി. നഷ്ടപരിഹാരം ഞങ്ങൾ സംസാരിച്ച് അവസാനം 10 ലക്ഷം രൂപയാണ് നിലവിൽ ഇവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇവരുടെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. ശരിക്കും ഇത്രയും കിട്ടിയാൽ പോരാ. ഇത് ഒരു ആരുടെ ഔദാര്യമൊന്നുമല്ല, അവകാശമാണ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പൈസ, അതായത് 10, 20 അങ്ങനെ 24 ലക്ഷം രൂപ ഇവർക്ക് കിട്ടാൻ അർഹതപ്പെട്ട ആളുകളാണ്. അത് അവർക്ക് വാങ്ങിച്ച് കൊടുത്തിരിക്കും ഞങ്ങൾ. ഇതാണ് എൽദോസ് ചേട്ടൻ്റെ ചാച്ചനും അമ്മയും. ഇവിടെ മൊത്തം ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെയല്ലേ? പ്രശ്നങ്ങൾ കുറച്ച് നാളായുള്ളൂ ആയിട്ട് ആണല്ലേ. ചേട്ടനൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കും? ഞാൻ 25 വർഷമായി. 25 വർഷമായി അല്ലേ. ഈ എൽദോസ് ചേട്ടൻ എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നതാണോ? എല്ലാ ദിവസവും വരില്ല കേട്ടോ. ചിലപ്പോൾ ആഴ്ചയിൽ, ചിലപ്പോൾ മാസത്തിലൊക്കെ വരുള്ളൂ. ഒന്ന് വരും അല്ലേ? പണിയെടുത്ത് വരും. അങ്ങനെ പുള്ളി പോരും. ആണല്ലേ. ഇത് എത്ര മണിയായപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞേ? ഞാൻ ഒരു 12 ആയപ്പോഴാണ്. 12 രാത്രി. ആണല്ലേ. എൻ്റെ കൊച്ചു മരിക്കുമ്പോൾ 12 ആയപ്പോഴാണ്. അവിടുന്ന് എന്താ പറഞ്ഞേ? കളക്ടറൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞത്? കളക്ടർ വന്നിട്ട് അപ്പോൾ നമ്മളെന്താ പേടിക്കണ്ട, നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാറി നിൽക്കില്ല. നമ്മളെ ഈ ആനയെന്നാ പറയണ, നമുക്ക് അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. കണ്ടല്ലേ നിങ്ങൾ നേരിട്ട്? ആ കണ്ടു. ഇവിടെ തെങ്ങ് മറിച്ചിട്ടുണ്ട്. ഇത് ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ സംഭവം നടന്നത് ആദ്യം കണ്ട ഒരാളുണ്ടല്ലോ, അതാരായിരുന്നു? അതെ, ഇവിടുത്തെ കൊച്ചാ, അടുത്ത വീട്ടിലെ കൊച്ചാ. അവനുണ്ടോ അവിടെ? അവനൊന്ന് വിളിച്ചു ചേച്ചി. ഒന്ന് വിളിക്കാം മോനെ. കളക്ടറൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞ ചേച്ചി? കളക്ടർ വന്നിട്ട് നമ്മൾ അന്നേരം അവരോട് സംസാരിക്കാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നല്ലോ. നമ്മളല്ല സംസാരിച്ചത്, നമുക്ക് വേണ്ടിയിട്ട് അവിടെ വേറെ ആളുകളാണ് സംസാരിച്ചത്. നമ്മുടെ ആങ്ങളവിടെ കിടക്കുമ്പോൾ നമ്മളങ്ങനെ പോയി ചെയ്യണേ ശരിയല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ അങ്ങനെ പോയി എന്നുള്ളൊരു വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവനെവിടെ ജോലിക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ഒരു ഇത്. ആന എന്ന് പറയുമ്പം എന്താണോ അങ്ങനെ സംഭവിച്ചത്, എപ്പോഴും ഇതിൽ നടക്കുന്ന ആന. പക്ഷെ അതങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. കൃഷിയൊക്കെ വന്ന് നശിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആളുകളെ അങ്ങനെ ഉപദ്രവിച്ചത് കേട്ടിട്ടില്ല ഈ നാട്ടിൽ. അപ്പം അങ്ങനെ സംഭവിച്ചു. എന്നെ ചെയ്യാൻ പറ്റും. ആന ഒത്തിരി ഉപദ്രവിച്ചു അവനെ. അടിച്ചിട്ട് ഇങ്ങനെ ആ പ്രദേശം മൊത്തം വലിച്ചുകൊണ്ട് നടന്ന ആ മുഖത്തിൻ്റെ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഒന്നുമില്ലായിരുന്നു. ഞാനിവിടെയൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയായിരുന്നു, അങ്ങനെ പൊട്ടിയിട്ട് വെച്ചേക്കുമല്ലേ. ഭയങ്കര വിഷമമായിപ്പോയി. കളക്ടറോട് നമ്മളല്ല സംസാരിച്ചത്, അതുകൊണ്ട് അവരെന്താ പറഞ്ഞേക്കണേന്ന് നമുക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അവരാര് 9 മണിയൊക്കെ ആകുമ്പോൾ പഞ്ചായത്തുകാർ വരാമെന്ന് പറഞ്ഞേക്കുന്നത്. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇന്നലെ വൈകിട്ടായിരുന്നല്ലേ സംസ്കാരം? ഇന്നലെ വൈകിട്ടായിരുന്നു. എല്ലാ നാട്ടുകാരെല്ലാവരും നല്ല രീതിയിലുള്ള ഞങ്ങൾ സഹായിച്ചു. ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, ആ പിള്ളേരാണ് ഇതെല്ലാം സംവിധാനം ചെയ്തു തന്നത്. ഒത്തിരി എല്ലാവരും. ചേച്ചി എൽദോസേട്ടൻ്റെ പെങ്ങളാ. പേരെങ്ങനെയായിരുന്നു? സ്വപ്ന. പുനർജനി എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ ഉരുളനടിയിലുള്ള ഇവിടെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വന്ന് നമ്മൾ ഇത്രയും ഒരു നമ്മളെ ഒന്നും മുടക്കിയില്ല. ആ പിള്ളേരാണ് എല്ലാം വന്ന് പന്തലൊക്കെ ഇട്ട് വന്നതും എല്ലാം. പള്ളിക്കാരും എല്ലാവരും സഹകരിച്ചു നമ്മളെ. നന്ദി പറയാൻ ഒരിക്കലും സാധിച്ചില്ല. കാരണം അവരെ പിന്നെ കണ്ടില്ല. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാവിലെയും കൂടി 1-2 പേര് വന്ന് നമ്മുടെ അടുത്ത് നിന്ന് നല്ല വാക്ക് പറയുകയും ആശുപത്രിയൊക്കെ ചെയ്തിട്ട് പോയതേ ഉള്ളൂ. കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട വന്നില്ല.
ഇനിയത്തെ കാര്യമാണ്. അപ്പച്ചനും അമ്മച്ചിക്ക് ആരുമില്ല. എനിക്കിപ്പം 100 കിലോമീറ്റർ ഉണ്ട് എന്നെ കെട്ടിച്ചിട്ടേണ്ടടുത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് വന്ന് എനിക്ക് നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല. ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും വയ്യാത്ത ആളാണ്, പുള്ളീനെ നോക്കണം. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വയ്യാത്തതാണ്, എനിക്കൊരു മോനുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുക. നമുക്ക് സർക്കാരിനോട് പറയണേ, ഞങ്ങളെ ഇവരുടെ നമ്മുടെ ഒരു സർക്കാർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഏറ്റെടുത്തൊരു കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ഒരു അപകടം നേരിട്ട് കണ്ട ഏറ്റവും ആദ്യം കണ്ട ഒരാളാണിത്. പേരെങ്ങനെയാണ്? പേര് മനീഷ്. എത്ര മണിയായപ്പോഴായിരിക്കും ശരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടാവുക? ഒരു 8 മണി 8:30. എത്ര മണിയായപ്പോഴാണ് അവിടെ ചെന്നേ? ഞാനൊരു 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയതാണ് കടയിൽ. അപ്പോൾ പോണ വഴിക്കാണ് ഇങ്ങനെ കാണുന്നത്. ആളെ ഒരു സൈഡിൽ ചവിട്ടി അരച്ചിട്ടൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ പോയി ആൾക്കാരെയൊക്കെ വെച്ച് തൊട്ട് പുറകെ ഓട്ടോറിക്ഷയും വന്നു. അവരെയൊക്കെ പിടിച്ചു നിർത്തിയ കാര്യങ്ങൾ പറഞ്ഞു. അതിനെ ഫോറസ്റ്റുകാരുടെ അടുത്ത് നിന്ന് കാര്യം പറയുന്നത്. മനീഷനെയാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ചത്? ഞാനാണ്. ഓട്ടോക്കാർ വന്നപ്പോഴാണ്, തൊട്ട് പുറകെ ഓട്ടോക്കാർ വന്നായിരുന്നു. പക്ഷെ ഞാൻ പോയ നേരത്താണ് ഒരു ആളവിടെ കിടക്കണ പോലെ ഒരു ഇത്. ആളെ എങ്ങനെ കിടക്കണമെന്നൊരു പിടുത്തുണ്ടാകുന്നില്ല. ആ ചവിട്ടി ഇങ്ങനെ അരച്ചിട്ടേക്കാണ്. തൊട്ട് കണ്ടപ്പോഴത്തേനും ആന ചവിട്ടിയതാന്ന് മനസ്സിലായപ്പോഴത്തേനും ഞാൻ അവിടെ നിന്നില്ല, വണ്ടിയും കൊണ്ട് പോയി. നിന്നായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അവിടെ ആന ഉണ്ടായിരുന്നു. ചവിട്ടി ആ ഒരു ഇതിലാണ്, ആ പേടിയിലാണ് ഞാൻ പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് തിരിച്ച് നിന്ന് അവിടെ വണ്ടി നിർത്തി. ആ ഓട്ടോക്കാർ തൊട്ട് പുറകെ വന്നു. 2 ഓട്ടോക്കാർ വന്നു. 2 ഓട്ടോക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരും കണ്ടു, ബോഡി കിടക്കണ കണ്ടു ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കുമല്ലേ. എന്നിട്ട് പിന്നെ കുറച്ചേരൊക്കെ വന്നപ്പോൾ കൂടെ നടന്നു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുമായിരുന്നു. മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ആൾക്കാരുടെ ഡ്രസ്സ്, ആ ബാഗ്, ഫോണ് അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ആളാരാന്ന് മനസ്സിലായി. എന്തവസ്ഥയിലായിരുന്നു ശരിക്കും? അതൊന്ന് ജസ്റ്റ് ഒന്ന് അവസ്ഥയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാല് വലിച്ച ആന മൊത്തത്തിൽ ആളെ നല്ലോണം ഇട്ട് ശരിക്കും പെരുമാറിയായിരുന്നു. നല്ലോണം ഉപദ്രവിച്ചു. ആള് ബോഡി മൊത്തം ചവിട്ടി എടുത്തു. ചങ്കിൻ്റെ ഇവിടെ നിന്ന് ഇതൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വയറ് മൊത്തം പൊട്ടി പുറത്തായിരുന്നു. എല്ലാം ഒരു സൈഡിൽ കിടക്കുമായിരുന്നു. അപ്പോൾ 2 കാല് 2 സൈഡിലേക്ക് മടങ്ങി നുറുങ്ങി കിടക്കുമായിരുന്നു. പിന്നെ തല മണ്ണിലേക്ക് താന്ന് കിടക്കുമായിരുന്നു. അതാ മോന്തൊക്കെ ഇത്ര ക്ലിയർ ആവാതിരുന്നത്. ആരാന്ന് മനസ്സിലായില്ല. ആള് അടുത്ത് വണ്ടി ജസ്റ്റ് സ്ലോ ആക്കി പോയപ്പോൾ ആള് കിടക്കണം മനസ്സിലായി, ആളെ ചവിട്ടിയതാന്ന് മനസ്സിലായി. പക്ഷെ ആൾക്കടെ മോന്ത അത്ര ക്ലിയർ ആയില്ല. കാരണം വെച്ചാൽ അവിടെ വെട്ടവും ഇല്ല, ഒന്നുമില്ല, മതിയായി ഇരുട്ടും. ആ സമയത്ത് നമ്മളവിടെ ഒറ്റയ്ക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് അടുത്ത് വെട്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് റോഡിലോട്ട് വന്ന് അതിലേ വന്ന് വണ്ടിക്ക് കൈ നീട്ടി കാര്യം പറഞ്ഞു. അതുപോലെ കണ്ടു. അപ്പോൾ ആ ചേട്ടനും ശ്രദ്ധിച്ചില്ലായിരുന്നു. പുറകെ വന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പെട്ടെന്ന് കണ്ടു. ആൾക്കാർ കണ്ട് അവരിറങ്ങി നോക്കി. ബോഡിയാന്ന് മനസ്സിലായി, ആരാന്ന് അവർക്ക് ക്ലിയർ ആയില്ല. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത് വന്ന് ഫോറസ്റ്റുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അടുത്ത് വന്ന് മോന്ത ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് ആളെന്ന് മനസ്സിലായത്. പക്ഷേ ഞാൻ ആ വരുന്ന സമയത്ത് ആളെ ഉപദ്രവിച്ചു കഴിഞ്ഞ് പോയി കയറി നിൽക്കുമായിരുന്നു ആന. പിന്നെ അതിന് മുന്നേ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനെ ആന ഓടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ ചേട്ടൻ തിരിച്ച് ആ ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ആ ചേട്ടൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് സംഭവം നടക്കണത്. പക്ഷെ ആള് കണ്ടില്ല. ആളൊരു ആന ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആളെയാണ് അയാൾക്ക് മനസ്സിലായില്ല ആ സമയത്ത്. പെട്ടെന്നാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ സുരേഷ്. പക്ഷെ ആന തിരിച്ചു ഓടി വന്നപ്പോൾ ആള് റിട്ടേൺ വണ്ടിയും കൊണ്ട് പോരുക ചെയ്തത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ അതുവഴി പാസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴാണ് ആള് കിടക്കണതാണ്. അപ്പോഴാണ് എനിക്ക്. അപ്പൊ ഈ വഴി സ്ഥിരം നടന്നു പോകാറുള്ളതാണോ? അതെ, സ്ഥിരം നടന്നു. ആന അത്ര ഉപദ്രവകാരികളൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ. ഇങ്ങനെ ഇടയ്ക്ക് കൃഷിയൊക്കെ നശിപ്പിച്ച് ഇടയ്ക്ക് ഇതൊക്കെ ആവുമെങ്കിലും ഇതേപോലെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇപ്പോഴാണ് വീരത്തിൽ പോകാൻ ഇഷ്ടമാണത്. കാരണം നൈറ്റൊക്കെ ഞാനൊക്കെ ഒരുപാട് ഇതുവഴി നടക്കാറൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. അപ്പോഴാണ് ഇന്നലെ ഇതിലെയൊക്കെ ആനയുണ്ടായിരുന്നു. ഇന്നലെ ഇന്നും ഒക്കെ ആനയുണ്ടായിരുന്നു. ആന കാരണം ഈ ഒരു ആന കണ്ടാൽ മനസ്സിലാവൂലേ? തീർച്ചയായിട്ടും ആന കണ്ടാൽ മനസ്സിലാവും. കാരണം ഇവിടെ ഒരു ചെറിയൊരു ആന നിൽക്കണ്ടായിരുന്നു. പക്ഷെ അതുമല്ലാണ്ട് 2 ആഴ്ചയിൽ കൊമ്പനാനാണ്. 2 ആഴ്ച ശരിക്കും ആനശല്യം ഉണ്ടായിരുന്നു ഇവിടെ. കൂട്ടങ്ങൾ കുറേ ഇറങ്ങണ്ടായിരുന്നു. 10-20 എണ്ണമൊക്കെ ആയിട്ട് ഒരുമിച്ചൊക്കെ ഇറങ്ങി പോകണം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെയും ഉണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു പറഞ്ഞ പരിസരത്ത്. അപ്പം ഇങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്ര വീടുകളുണ്ട്? ഒരു നേരത്തെ ഒരു 10-50ഓളം വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-40 വീടുകളാണ് ഇപ്പം നിലവിലുള്ളൂ. താമസക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും അത്രേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ പുറത്താണ്.
ഒക്കെ ഇതേപോലെ പുറത്ത് ഇവിടെ സ്ഥലം മേടിച്ചാൽ പുറത്തേക്ക് പോകുമല്ലോ, അല്ലാതെ ആരും അങ്ങനെ താമസിക്കാറ് അധികം നിൽക്കാറില്ല ഇവിടെ. എന്നാലും കുറച്ച് പേര് ഇപ്പോൾ ഒരു 40-40 വീടുകളേ ഉള്ളൂ ഇവിടെ നിലവിൽ. നമ്മളിപ്പോൾ ആ വീട്ടിലുള്ള എൽദോ ചേട്ടൻ്റെ ചാച്ചനും അമ്മയും അതുപോലെ തന്നെ സഹോദരിയൊക്കെ സംസാരിക്കുന്ന കാര്യം കേട്ടോ വളരെ ദുഃഖത്തിൽ തന്നെയാണ്. നമുക്കധികം ഒന്നും അവരുടെ അടുത്ത് ചോദിക്കാനും പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അധികം കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നത്. അപ്പം നേരിട്ട് ഈ സംഭവം ആദ്യമായിട്ട് കണ്ട ഒരാൾ മനീഷ് നമ്മളിപ്പോൾ സംസാരിച്ചു. മനീഷ് പറഞ്ഞ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തല പെരുത്തു പോകും കേട്ടോ. ആ രീതിയിലായിരുന്നു ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞത്. ഒരു മനുഷ്യനോട് ഇത്ര ക്രൂരതയൊക്കെ ചെയ്യാൻ മാത്രം എന്താണ് അവിടെ നടന്നത്? ഏതായാലും ഒരു വെട്ടവും വിളിച്ചില്ലാതെ വരുന്ന ഒരാൾ ഏതായാലും ആനേനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഏതായാലും അതുപോലെ ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ആന ആയതുകൊണ്ട് തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് കൂടി ആന ഇന്നലെ രാത്രിയും വീടൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. എൽദോച്ചൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശമാണ്. ഈ ഒരു വഴിക്ക് ആന ഇറങ്ങി വന്നിരിക്കുന്നത് നമുക്കിവിടെ കയറി വന്ന ആ ഒരു പാടൊക്കെ കാണാം. ഇതിലിങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ തെങ്ങും മറ്റ് സാധനങ്ങളൊക്കെ ഒടിച്ച് ഇട്ടിട്ടുണ്ട്. ആ വീട് ഇവിടെയാണെങ്കിൽ ഇത്രയും അടുത്തോടെ ഇന്നും ഇതേപോലെ നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ആനച്ചൂര് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ തെങ്ങൊടിച്ചിട്ട് ഈ ഒരു പ്രദേശത്ത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒടിച്ചിട്ടേക്കുന്ന തെങ്ങ് കേട്ടോ. തെങ്ങും മറ്റ് സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ്. ഇതുപോലെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഉണ്ട് ഇവിടെയൊക്കെ ആന കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. മേഞ്ഞ് നടന്നാണ്. ഇവിടെ റബ്ബർ ടാപ്പ് ചെയ്യുന്നൊരു ചേട്ടനെ നമുക്കിവിടെ കാണാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് തങ്കച്ചൻ. ഇവിടെ ഇങ്ങനെ സ്ഥിരം റബ്ബർ ടാപ്പിങ്ങിന് അല്ലേ? എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു ഇത് ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ആനയൊക്കെ രാത്രി ആന വന്നു അല്ലേ? ഇപ്പോൾ രാവിലെ അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും നേരം 9 എടുത്തതിന് ശേഷം ഇറങ്ങുള്ളൂ. കാരണം മഞ്ഞും ഇവർ ഈ കാപ്പിക്കകത്ത് വന്നു കഴിഞ്ഞാൽ കാണില്ലല്ലോ. കാണൂല. എത്ര വർഷമായിട്ട് ടാപ്പിങ് ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് ഇവിടെ 3ാമത്തെ വർഷം. അല്ലേ? ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണോ? ഇല്ല, എൻ്റെ വീട് തൊടുപുഴയാണ്. ഓ, അവിടെ നിന്ന് ഇവിടെ വന്ന് ചെയ്തേ? അതെവിടെ താമസിച്ച് റബ്ബർ പട്ടത്തിനടുത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇങ്ങനെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ എന്താ പേടിയാവല്ലേ? പേടിയാവുന്നുണ്ടാവില്ലേ? അത് പേടിയുണ്ട്, എന്നാലും നമുക്കൊരു നമ്മുടെ തൊഴിലല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ അല്ലേ? പിന്നെ ഇവിടെ ഇത് തൊഴിലക്കാരൻ്റെ തോട്ടം. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഉത്തരവാദിത്തമായിട്ട് നിന്ന് ചെയ്തു കൊടുക്കും അല്ലേ? രാത്രി വിട്ട് ഒഴിവാക്കി? രാത്രി വിട്ടില്ല. ഇല്ലല്ലേ? 6 മണിയാവാതെ. എൻ്റെ പെരയ്ക്കിൽ രാത്രി ആരും വന്നായിരുന്നു. പെര എവിടെയായിട്ടാ? പെര അതാ കടന്ന് ഓട് വെച്ച പെരയാ. അവിടെ ഓക്കെ. അവിടെ വന്നായിരുന്നു? അവിടെ വന്നു, രാത്രി വന്നു. കണ്ടിരുന്നോ? ആനെ കണ്ടു. ലൈറ്റ് ഞാൻ പെരയ്ക്ക് ചുറ്റും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചത്തിൽ കാണാം. അപ്പോൾ ഒരാനയാണോ അതെയോ? ഇപ്പം ഇതെല്ലാം കണ്ടത് ഒരുത്തരെ ഞാൻ കണ്ടുള്ളൂ. മഞ്ഞ് രണ്ടുപേരാണ് വരുന്നത്. വലിയ ആനയാണോ അത്? അത് വലുതാണ്. അല്ലേ? ഇതുവരെ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിരുന്നല്ല. ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നമുക്ക് റോഡിൽ വെളിച്ചമില്ലല്ലോ. അപ്പോൾ നമുക്ക് റോഡിൽ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് കരുതിയിരിക്കണം. ഇവിടെ 8 മണി വരെ 8 മണി. ഇതിപ്പോൾ വെളിച്ചമില്ലാത്തതുകൊണ്ട് നേരെ എന്ന് ഇതിൻ്റെ മുന്നിൽ ചെന്ന് കയറിയിട്ടുണ്ടാവും. അടുത്ത് ചെന്ന് മുട്ടിയപ്പോഴൊക്കെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവും. അതെ, അങ്ങനെ ആയിരിക്കും. സാഹചര്യം കിട്ടണ്ടല്ലേ? അവർ ഫോണിലെ വെട്ടം കൊണ്ടല്ലേ നടക്കുക. അപ്പോൾ ടോർച്ചായിട്ട് നമുക്ക് അകലം കിട്ടും. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് ഈ റോഡിൽ വെളിച്ചമില്ല. പിന്നെ ഉപദ്രവം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ പറമ്പിലുള്ള ഈ തെങ്ങ്, കമുക്, റബ്ബർ ഇതൊക്കെ തീർക്കുമല്ലേ? തെങ്ങൊന്നും ഇപ്പോൾ കാണുന്നില്ല. തെങ്ങൊക്കെ തീർത്തെന്ന് തോന്നുന്നല്ലേ? ഈ പുള്ളിയുടെ പറമ്പിലുള്ള ഇതിൻ്റെ അക്കരെയുള്ള ഒരു 10-40 തെങ്ങ് മൊത്തം തീർത്തു. നമ്മുടെ അതിനകത്തും തീർത്തു. അല്ലേ? കമുകും തെങ്ങും. പിന്നെ ഇപ്പം റബ്ബറിൻ്റെ തൊലിയും തിന്നുന്നു. റബ്ബറിൻ്റെ തൊലിയും റബ്ബർ പെടുത്തി കളയല്ലേ? ഇത് തന്നെ കേട്ടോ. റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുകളും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. ബുദ്ധിമുട്ടി അവരാണ് ഈ രാവിലെയൊക്കെ എഴുന്നേറ്റാണ് ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്നത്. ഇപ്പോൾ ആനയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ നേരം വെളുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ടാപ്പിങ്ങൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട ആ തെങ്ങ് നിന്ന സ്ഥലം ഇതാണ്. അവിടെ നിന്ന് ഒടിച്ചിട്ട് വീണിട്ട് നിരക്കി ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കുന്നതായി കാണാം കേട്ടോ. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വന്യമൃഗ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ചാനലിൽ കൂടെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കൂടല്ലൂർ, പന്തല്ലൂർ ഭാഗങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ദൂരം വന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ
ഇവിടെ വന്ന് അത് നേരിട്ടൊന്ന് കവർ ചെയ്യണമെന്ന് തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നേരിട്ട് വന്ന് അവരുടെ ആ ഒരു ഫാമിലിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ആ ഒരു പ്രദേശം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ വയനാട്ടിലൊക്കെ ആണെങ്കിലും വടക്കനാട് പോലെയുള്ളൊരു പ്രദേശം, അതായത് കാടുണ്ട്, ചുറ്റും കാടുണ്ട്, എന്നാൽ ആളുകൾ താമസിക്കുന്നുമുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പ്രദേശം. പലരും ഒഴിഞ്ഞു പോയി ഉള്ള ഒരവസ്ഥയിലാണ് അവിടെ ഉള്ളത്. ഏതായാലും ആ ഒരു എന്താ പറയുക, ദിവസക്കൂലിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മനുഷ്യനോട് ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു. ബോഡി കിടന്നതിൻ്റെ ആ ഒരു രീതിയൊക്കെ അവിടെ നിന്ന് നമുക്ക് ആ മനുഷ്യ വിവരിച്ച് തന്നു. ഭയങ്കര ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു, വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഇതുപോലെ ഓരോ ജീവനുകൾ പോകുമ്പോഴും നമ്മളിങ്ങനെ പറയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ വാർത്തകൾ കാണിക്കുമെങ്കിലും ഇതൊരിക്കലും ഇതിനൊരു പരിഹാരം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. എത്ര ജീവനുകൾ പോയാലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന് സ്ഥിരമായിട്ടൊരു പരിഹാരം ഉണ്ടാവുക? ഇപ്പോഴും കർഷകരൊക്കെ ജീവൻ പണയം വെച്ചാണ് അവിടെയൊക്കെ ജോലി ചെയ്യുന്നത്. ആ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ തോട്ടത്തിലൊക്കെ ഇറങ്ങി ജോലി ചെയ്യുകയാണ്. ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് കർഷകരൊക്കെ ജോലി ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം ഒരു സൈഡിലുണ്ട്. അപ്പോൾ മറുവിഭാഗത്തിലുള്ള ആളുകൾ സിറ്റിയിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നുമില്ല. അവരൊക്കെ ഒരു പക്ഷേ മൃഗസംരക്ഷണത്തിനും അല്ലെങ്കിൽ മൃഗസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം കർഷകരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു പോലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് അധികാരികളുടെയൊക്കെ കണ്ണ് തുറങ്ങട്ടെ, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. ഇനിയും കൂടുതൽ ജീവനുകൾ പോകാതെ, ഇത്തരം ക്രൂരതകൾ ഇനിയും ആവർത്തിക്കപ്പെടാതെ, വീണ്ടും ഒരു ജീവൻ കൂടെ പോകാതെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണട്ടെ. എത്രയും പെട്ടെന്ന് ഇതിനെ വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ, അല്ലെങ്കിൽ നാടും കാടും തമ്മിൽ വേർതിരിച്ച് ഉള്ള മനുഷ്യർ കാട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മൃഗങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളെ ഉപദ്രവിച്ചാലും ഒരു പ്രശ്നമില്ല. ഒരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീർന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. അപ്പോൾ മനുഷ്യജീവന് ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപയിൽ ഇങ്ങനെ വിലയിട്ട് ഒതുക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. നാളെ നമുക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.